പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ ഇസ്രായേലിനോട്. തങ്ങളുടെ എംബസി തകർത്തതുമായി ബന്ധപ്പെട്ടും തങ്ങളുടെ സൈനികരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുമുള്ള പ്രത്യാക്രമണമാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത്. അതിന് വീണ്ടും തിരിച്ചടി എന്നോണം തങ്ങൾക്ക് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതിന്റെ ആഘാതങ്ങൾ കനത്തതായിരിക്കുമെന്നും അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ വെറുതെ യുദ്ധം പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിച്ചിട്ടില്ല. യുദ്ധം തൽക്കാലത്തേക്ക് തങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. തങ്ങളുടെ ദേശത്തെ അല്ലെങ്കിൽ തങ്ങളുടെ എംബസിയെ ആക്രമിച്ചതിന് പ്രത്യാക്രമണമായിട്ടാണ് ഇസ്രായേലിന് നേരെ തങ്ങൾ അക്രമം അയച്ചുവിട്ടിരിക്കുന്നത്. അതിന് പകരമായി അത് അവിടെ അവസാനിച്ചു. ഇനി രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ തുടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം കനക്കും എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിശക്തമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടല്ല ആക്രമിച്ചത് എന്നുള്ളതും ശക്തമായിരിക്കുന്ന ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തൊട്ടുപിറകിൽ വരാനുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയത്. ഇവിടെ ഈ 2000 കിലോമീറ്റർ അധികം വൈദൂരമുള്ള മിസൈലുകൾ ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചത് ഇസ്രായേലിനെ തന്നെ കണ്ടിട്ടാണ് എന്ന് ആ പ്രഖ്യാപനത്തോടു കൂടി, ആ മിസൈൽ പ്രദർശനത്തോടു കൂടി തന്നെ ഇറാന്റെ പ്രതിനിധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം, തങ്ങൾ ഉണ്ടാക്കുന്ന ആയുധങ്ങളും തങ്ങളുടെ ശക്തി സംഭരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ശത്രു രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതാണ്. ആണവായുധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നത് അത് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തങ്ങളുടെ കൈവശത്തിലുള്ള ഏത് തരത്തിലുള്ള ആയുധങ്ങളും, അത്യാധുനിക ആയുധങ്ങളും കാലോചിതപരമായ രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യത്തെ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് എന്ന് തന്നെ തുറന്നു പറഞ്ഞ രാജ്യമാണ് ഇറാൻ. അവരുടെ ആയുധത്തിന്റെ ശൃംഖലയും സംവിധാനങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ലോകത്തിന് അറിയാത്തൊരു കാര്യമാണ്. 5 ലക്ഷമോ അതിൽ കൂടുതലോ സൈനികരാണ് ഇറാനുള്ളത്. അത്ര തന്നെ സൈനികർ യഥാർത്ഥത്തിൽ ഇസ്രായേലിനില്ല. ഒരു കരയുദ്ധമൊക്കെ വരികയാണെങ്കിൽ വല്ലാതൊന്നും വൈകാത്ത രീതിയിൽ ഇറാൻ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി പറ്റും. ആകാശ യുദ്ധം ഏറെക്കുറെയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിൽ നിന്ന് മാത്രമായിരിക്കും ഇറാൻ ആക്രമിക്കുക. അങ്ങനെ ഇറാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ അവിടെ നേരിട്ടുള്ള അക്രമത്തിന് ഇറാഖിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആകാശത്തോടു കൂടി ആക്രമിക്കാൻ വേണ്ടി സാധിക്കൂ. ഇറാഖിന്റെ മാത്രം പോരാ, ജോർദാന്റേതുമാണ്. 2 രാജ്യങ്ങളുടെ അതിർത്തി കടന്നിട്ട് മാത്രമേ ഇറാനിലേക്ക് എത്തൂ. അതല്ലെങ്കിൽ ഈജിപ്തിന്റെ സഹായം വേണം. അങ്ങനെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ സഹായമില്ലാത്ത രീതിയിൽ നേരിട്ടൊരു അക്രമം യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. നേരെ തിരിച്ചാണ് പറയുന്നതെങ്കിൽ അതിന് വല്ലാത്ത മാനങ്ങളുണ്ട്, വല്ലാത്ത രീതികളുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിന് ചുറ്റുഭാഗമുള്ള രാജ്യത്തിൽ മുഴുവനും മലീഷ്യ വിഭാഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആയുധ ശേഖരങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. അങ്ങനെയാണ് ഇറാഖിൽ ഈ റെസിഡൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം മലീഷ്യ ഗ്രൂപ്പായിട്ടുള്ളത്. ലെബനാനിലുണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ്, യമനിലുണ്ട് ഹൂത്തി വിമതര്, ഫലസ്തീനിലുണ്ട് ഹമാസിന്റെ വിഭാഗം. അവര് ഈ ഇറാന്റെ പോക്സി വിഭാഗം അല്ലെങ്കിൽ പോലും, മലീഷ്യ വിഭാഗം അല്ലെങ്കിൽ പോലും ഇവരെ ആശ്രയിച്ചിട്ട്, ഇറാനെ ആശ്രയിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഹമാസ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഈ ചുറ്റുഭാഗത്തുള്ള മേഖലയിൽ നിന്ന് മുഴുവനും ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരേ സമയത്ത് 5 രാജ്യത്തെ ആക്രമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. അങ്ങനെ ആക്രമിക്കാൻ മാത്രമുള്ള ബലം ഇസ്രായേലിന് നിലവിലെ സാഹചര്യത്തിലില്ല. അവർ ഒടിഞ്ഞു പോയിരിക്കുന്നു. അവിടെ ശക്തിയും മാനസികമായിരിക്കുന്ന ധൈര്യവും സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയും പൂർണ്ണമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 5 രാജ്യത്തെ വളഞ്ഞുകൊണ്ടൊരു ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആ പ്രയാസമുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഇറാൻ പറഞ്ഞത്, പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ കനത്ത രീതിയിലുള്ള ആഘാതം ഉണ്ടാകുമെന്ന തരത്തിൽ. 50ഓളം എംബസികളാണ് ഇറാനെ പേടിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ അടച്ചുപൂട്ടിയിരിക്കുന്നത്. വേണ്ടി വന്നാൽ ഇനിയും പൂട്ടും എന്നുള്ളിടത്താണ് ഇസ്രായേലിന്റെ നിലപാട്. കാരണം അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഏറ്റവും വലിയ മണ്ടത്തരമാണ് സിറിയയിലുള്ള ഇസ്രായേലിന്റെ എംബസി ആക്രമിച്ചത് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിന്റെ മീഡിയക്കാർ തന്നെ സമ്മതിച്ച കാര്യമാണ്. യുദ്ധത്തിന്റെ രീതികൾക്കും യുദ്ധത്തിന്റെ മാനത്തിനും പുതിയൊരു വഴികളും പുതിയൊരു മാർഗങ്ങളും ഉണ്ടായതാണ് ഈ ആക്രമണ പരമ്പര എന്നുള്ളതാണ്. അവിടെ സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ലോകത്താകമാനം ഉണ്ടായിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. മാത്രവുമല്ല, ഇസ്രായേൽ ഇന്ന് യുദ്ധവിരാമം ഉണ്ടായാൽ പോലും ഇസ്രായേൽ എന്നൊരു പറയുന്ന രാജ്യം പൂർവ്വ രീതിയിലേക്ക് മാറണമെങ്കിൽ 10 പതിറ്റാണ്ടുകൾ എടുക്കും എന്നുള്ളതാണ്.
നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തിന്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ ഇസ്രായേലും അറബ് ലോകവും അകന്നിരിക്കുന്നു. കൃത്യമായിരിക്കുന്ന ശത്രുതാ പക്ഷത്തിലേക്ക് അറബ് ലോകം മാറിയിരിക്കുന്നു. അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. അപ്പൊ ഇസ്രായേലിന് അനുകൂലമായ രീതിയിലോ അമേരിക്കക്ക് അനുകൂലമായ രീതിയിലോ അവരുടെ നിലപാടിനെ ശരിവെക്കുന്ന രീതിയിലോ ഒരു കാര്യവും സംസാരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്ന്, അറബ് രാജ്യത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ കൂടെ ഇറാനോ അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മലീഷ്യ വിഭാഗമോ അറബ് രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ജിദ്ദയിൽ കൂടിയിരിക്കുന്ന അറബ് ഉച്ചകോടിയിൽ ഇറാന്റെ നിലപാട് കൃത്യമായ രീതിയിൽ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ നിലപാടിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഭീകര രാജ്യമായിട്ട് ഇസ്രായേലിനെ പ്രഖ്യാപിക്കണം, അതിന്റെ നേതാവാണ് നെതന്യാഹു എന്ന് നിങ്ങൾ പറയണം എന്നാണ്. നമ്മൾ രാവിലെ മീറ്റിംഗ് കൂടി വൈകുന്നേരം കാവ കുടിച്ച് പിരിയുന്നതിന് വ്യത്യസ്തമായ രീതിയിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് പിരിയണം എന്ന് ഇറാന്റെ പ്രധാനമന്ത്രി റയീസ് തന്നെ അറബ് രാജ്യങ്ങളോട് പറഞ്ഞതാണ്. അങ്ങനെ തന്നെയല്ല അവർ പറഞ്ഞു വെച്ച് ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സൈനികമായ ആയുധപരമായ രീതിയിൽ സഹായിക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. നയതന്ത്ര ബന്ധം വിച്ഛേദിക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. അത് വിച്ഛേദിച്ച് എന്നുള്ളത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയുമാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യമാണ് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധമുള്ളത് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണല്ലോ. നമ്മൾ എന്തിനതിന് മൗനം പാലിക്കണം? അതെന്ത് ചെയ്യണം? അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഇത് പ്രഖ്യാപനം നടത്തണം എന്ന രീതിയിലൊക്കെയാണ് അവസാനത്തെ ഉച്ചകോടി ജിദ്ദയിൽ വെച്ച് കഴിയുന്ന സമയത്ത് ഇറാന്റേതായിരിക്കുന്ന നിലപാട് പറഞ്ഞിരിക്കുന്നത്. അതിന് കുറെ ആൾക്കാരൊക്കെ കൈയടിച്ചു എന്നല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആകെ ആ കൂട്ടത്തിൽ പറഞ്ഞത് ഒമാൻ മാത്രമാണ് തങ്ങൾ, അതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനക്ക് തങ്ങൾ സൈനിക താവളം ഉണ്ടാക്കാൻ ഭൂമി വിട്ടുകൊടുക്കും എന്ന്. യഥാർത്ഥത്തിൽ അതൊരു പ്രഖ്യാപനം അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയുള്ള വളരെ ഗൗരവമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒമാന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അതിന്റെ തുടർച്ച ചില രാജ്യങ്ങളൊക്കെ പിന്നീട് അതിന്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്ന് പരസ്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും അപ്പൊ ഈ സ്ഥിതിവിശേഷത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞിരിക്കുന്നു. കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പറയുന്ന നിലപാട് അവർ പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടിലാണ്. അതേപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തീർത്തും സുരക്ഷിതമല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇറാൻ ആക്രമിച്ചതിന് ശേഷമാണ് പറയുന്നത് എന്നുള്ളതാണ്. പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ കനത്ത വില ഇസ്രായേൽ നൽകേണ്ടി വരും എന്ന് പറഞ്ഞത് യുദ്ധത്തിന് മുൻപല്ല, ഈ യുദ്ധത്തിന് അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷമാണ് എന്നുള്ളതിന്റെ അർത്ഥം വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കും എന്ന് തന്നെ നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.